8ാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠമായ കുരുവിയും കാട്ടുതീയും എന്ന പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കഥ പറയാം എന്നാണ് ആദ്യത്തെ കാര്യം. കഥ മൗനമായി വായിക്കൂ, സംഘമായി തിരിഞ്ഞ് ഒരാൾ ഒരു വാക്യം എന്ന ക്രമത്തിൽ ആശയം ചോർന്നു പോകാതെ പറയും. അതായത് ഈ കഥ മൗനമായിട്ട് വായിക്കണം, എന്നിട്ട് സംഘമായിട്ട് തിരിഞ്ഞ് ഒരാൾ ഒരു വാക്യം എന്ന ക്രമത്തിൽ അങ്ങനെ വായിക്കാനാണ്, ആശയം നഷ്ടപ്പെടാതെ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അഭിപ്രായക്കുറിപ്പ്. കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന് കുരുവി മഴദേവനോട് ചോദിക്കുന്നു. എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത്? രണ്ടുപേരുടെയും മനോഭാവങ്ങളിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു? നിങ്ങളുടെ അഭിപ്രായം എഴുതുക എന്ന് പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും കുരുവിയുടെ ഭാഗത്താണ്, അല്ലേ? എന്താണ് രണ്ടുപേരും, മഴദേവൻ എന്താണ് ചെയ്തത്? പാവം കുരുവിയെ പരിഹസിക്കുകയാണ് ചെയ്തത്. രണ്ടുപേരുടെയും മനോഭാവത്തിലുള്ള വ്യത്യാസം എന്താണ്? കുരുവി വിചാരിച്ചു മറ്റുള്ളവരുടെ സങ്കടവും വേദനയും തൻ്റേതും കൂടെയാണ്, അല്ലേ? അവര് ജീവന് വേണ്ടി പരക്കം പായുകയാണ്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിച്ചു. അപ്പോൾ അത് തൻ്റേതാക്കി മാറ്റി, അവരുടെ വേദന തൻ്റേതാക്കി മാറ്റിക്കൊണ്ട് തന്നെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ചെയ്യുകയാണ് കുരുവി ചെയ്തത്, അല്ലേ? എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത്? മഴദേവൻ സ്വന്തം കാര്യം, അത് അവരുടെ കാര്യം, എൻ്റെ കാര്യം ഞാൻ നോക്കുന്നു, അവരവരുടെ കാര്യം നോക്കട്ടെ എന്ന മട്ടിൽ ചിന്തിക്കുകയും ആ കാര്യത്തിൽ ആ ജീവജാലങ്ങളെ സഹായിക്കാൻ മുതിർന്ന കുരുവിയെ പരിഹസിക്കുകയും കൂടിയാണ് ചെയ്തത്, അല്ലേ? സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല, സഹായം ചെയ്യുന്ന ആളെ പരിഹസിക്കാനും കൂടിയുള്ള ഒരു ശ്രമമാണ് മഴദേവൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ കുരുവിയുടെ ഭാഗത്ത് തന്നെയാണ്. കഥ എഴുതൂ, പതിപ്പാക്കൂ. ഈ കഥയിലെ കുരുവിയും മഴദേവനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ. ഇതിനു പകരം കുരുവിയും കാടും തമ്മിലുള്ള സംഭാഷണമായിരുന്നെങ്കിൽ കഥാഗതിയിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക? ഒന്ന് സങ്കല്പിച്ച് എഴുതാനാണ് നിങ്ങളോട്. ഒരു കഥ എഴുതിയിട്ട് എല്ലാവരുടെയും കഥകൾ ചേർത്തൊരു പതിപ്പാക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അങ്ങനെ ഒരു ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? കുരുവിയും കാടും തമ്മിലാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം കുരുവി ഈ ഒരു അപകടഘട്ടത്തിൽ കുരുവി ആ വനത്തിൻ്റെ ദേവതയെ വിളിക്കുകയാണ്, അല്ലേ? വനദേവതയെ വിളിക്കുകയാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ആ വനദേവത കുരുവിയുടെ വിളി കേട്ടുകൊണ്ട് വരുന്നു. അപ്പം എന്താണ് കുരുവി പറയുന്നത്? നമുക്ക് എങ്ങനെയെങ്കിലും അല്ലയോ വനദേവതയെ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ജീവജാലങ്ങളെ ഒന്ന് രക്ഷിക്കണം. അതിനെന്താണ് അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ദേവതയ്ക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വേണമെങ്കിൽ കുരുവിക്ക് ചോദിക്കാം, അല്ലേ? എന്നിട്ട് കുരുവിക്ക് വനദേവത അതിനൊരു പക്ഷെ മറുപടി കൊടുക്കും. നമുക്ക് ഈ മഴദേവനോട് തന്നെ പറയാം, അല്ലെങ്കിൽ മഴദേവനെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേരും കൂടെ മഴദേവനെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ ആളിക്കത്തുന്ന തീയിലേക്ക് പെട്ടെന്ന് കാർമേഘങ്ങളൊക്കെ ആകാശത്ത് നിറയുകയും പെട്ടെന്ന് ഒരു മഴ വന്ന്, വലിയൊരു മഴ വന്ന പിന്നെ ആ കാട്ടുതീ മുഴുവനും കെട്ടുപോവുകയും ജീവജാലങ്ങളൊക്കെ രക്ഷപ്പെടുകയും ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ച് കഥ എഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ആശയ വ്യത്യാസം. ഇത് പലതവണ ആവർത്തിച്ചു, ഇത് പലതവണ ആവർത്തിക്കും, ഇത് പലതവണ ആവർത്തിക്കുന്നു. ഇതിൽ അടിവരയിട്ടുള്ള പദങ്ങൾ ആവർത്തിച്ചു, ആവർത്തിക്കും, ആവർത്തിക്കുന്നു, അല്ലേ? എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? ആവർത്തിച്ചു എന്ന് പറയുമ്പോൾ ആ ക്രിയ നടന്നു കഴിഞ്ഞു, അല്ലേ? അപ്പോൾ അത് ഭൂതകാലം ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ നടക്കാൻ പോവുകയാണ്, ഒരു കാര്യം നടക്കാൻ പോവുകയാണെന്നുള്ള സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഭാവി കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പലതവണ ആവർത്തിക്കുന്നു എന്ന് പദം വരുമ്പോൾ എന്താണത്? വർത്തമാനകാലത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? അത് വർത്തമാനകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ കാലങ്ങൾ ഇതിനോട് ചേർന്ന് വരുമ്പോൾ ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്നുള്ള ആ ഒരു സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന. ആ കാലത്തിൻ്റെ പ്രത്യേകതകളെ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം ഇത് ആശയതലത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നും മുമ്പ് നടന്നതെന്നും ഇനി നടക്കാനിരിക്കുന്നതെന്നുമുള്ള ആശയം നമുക്ക് വ്യക്തമാകും. ഇത്തരം ചില ഉദാഹരണങ്ങൾ, ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ ചില ഉദാഹരണങ്ങൾ കേൾക്കുന്നു, കേൾക്കും, കേട്ടു, അല്ലേ? അല്ലെങ്കിൽ പറയുന്നു, പറയും, പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അടുത്തതായിട്ട്
നമുക്ക് ഈ ഒപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യവും കൂടെയുണ്ട്. കിളിമൊഴി എന്നാണ്, കിളിയുടെ മൊഴി അല്ലേ, കിളിയുടെ ശബ്ദം, അതിനുള്ള കിളിമൊഴി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ കിളിമൊഴി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രശസ്തനായ പക്ഷി ശാസ്ത്രജ്ഞനായ ഡോക്ടർ സലിം അലിയുടെ കിളിമൊഴി പക്ഷികൾക്ക് വേണ്ടി 35 പ്രഭാഷണങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നിട്ടുള്ള, അത് വിവർത്തനം പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന എസ് ശാന്തി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, സലീം അലി എന്ന വ്യക്തിയെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ലോക പ്രശസ്തനായ ഒരു പക്ഷി ശാസ്ത്രജ്ഞനാണ്, നിരീക്ഷകനാണ് അല്ലേ. പക്ഷികൾക്ക് വേണ്ടി അല്ലെ ജീവിതം തന്നെ, പക്ഷികൾ എന്നാണ് അദ്ദേഹത്തിന് പക്ഷി മനുഷ്യൻ എന്നൊക്കെ പോലും ബഹുമതി നൽകുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈ പക്ഷി നിരീക്ഷണത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ നമ്മുടെ ഭാരതം ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ ഒരു പുസ്തകമുണ്ട്, ദ ഫോൾ ഓഫ് എ സ്പാരോ, ഒരു കുരുവിയുടെ പതനം എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. മാത്രവുമല്ല അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ ഇതിനെ ആധാരമാക്കി പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ ഉള്ളത്. കിളിമൊഴി എന്നാണ്. നമുക്ക് നോക്കാം. എങ്ങനെ വേണം പക്ഷി നിരീക്ഷണം തുടങ്ങാനെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷി നിരീക്ഷണം ആരംഭിക്കാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ അഥവാ ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വിചിത്ര പക്ഷിയെ കണ്ടുമുട്ടിയെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു വിചിത്രമായ ഒരു പക്ഷി നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കും. എങ്ങനെയാണ് പക്ഷി നിരീക്ഷണം നടത്തുന്നതെന്നുള്ളതിനുള്ള ടിപ്പുകളാണ്. അവിടെ വെച്ച് പക്ഷിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക, അതായത് വളരെ അടുത്ത് നോക്കിക്കാണുക, പക്ഷിയെ നിരീക്ഷിക്കുക സൂക്ഷ്മമായിട്ട്. നിങ്ങളുടെ നോട്ട് ബുക്കിൽ അതിൻ്റെ ഒരു വിവരണം വളരെ വിശദമായി എഴുതണം. പക്ഷിയുടെ വലിപ്പം, വർണ്ണങ്ങൾ, നിറങ്ങൾ എന്തൊക്കെയാണ്, രൂപസവിശേഷതകൾ, എന്തൊക്കെ പ്രത്യേകതകളാണ് അതിൻ്റെ രൂപത്തിനുള്ളത്, വ്യത്യസ്ത ശരീരഭാഗങ്ങളുടെ താരതമ്യ നീളം, ചിറകിന് എത്ര നീളമുണ്ട്, അതിൻ്റെ ശരീരത്തിൽ എത്ര നീളമുണ്ട്, ഇങ്ങനെയൊക്കെ, കണ്ണിൻ്റെയും കൊക്കിൻ്റെയും കാലുകളുടെയും നിറം, ഇതൊക്കെ കുറിച്ച് വെച്ചാൽ അത് പക്ഷിയെ തിരിച്ചറിയാൻ സഹായകമാകും. പക്ഷി നിലത്തായിരുന്നോ അതോ മരക്കൊമ്പിലായിരുന്നോ ഇരുന്നത്, ഒറ്റയ്ക്കായിരുന്നോ കൂട്ടമായിരുന്നോ കണ്ടത് എന്നീ കാര്യങ്ങളും വളരെ പ്രധാനമാണ്. ചില പക്ഷികൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പക്ഷികളാണ്, ചിലത് കൂട്ടമായിട്ട് ജീവിക്കുന്ന പക്ഷികളാണ്. നിങ്ങളുടെ വിവരണം എത്ര കണ്ട് വിശദവും കൃത്യവുമാകുന്നോ അത്ര കണ്ട് ശരിയാവും പക്ഷിയുടെ തിരിച്ചറിയൽ. അപ്പം നിങ്ങളുടെ നിരീക്ഷണം എത്ര കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നോ അത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ പക്ഷിയെ ഏത് പക്ഷിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതൊരു പക്ഷിയെയും നിരീക്ഷിക്കുമ്പോൾ അത് ജീവിക്കുന്ന ആവാസവും അത് ജീവിക്കുന്ന ഇടം, അതിൻ്റെതായ ഒരു ഇടം ഉണ്ടാവുമല്ലോ, അത് എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളത്. ആ സമയത്ത് അതെന്ത് ചെയ്യുകയായിരുന്നു എന്നതും വളരെ പ്രധാനമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആ പക്ഷി ഏതായിരിക്കുമെന്ന് കണ്ടെത്താനുള്ള സാധ്യതകളുടെ പരിധി ചുരുക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കും. അപ്പം അത് എന്തു ചെയ്യുകയായിരുന്നെന്നും അത് എവിടെ വന്നാണ് ഇരിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് ഏതാണ് എന്ന് കണ്ടെത്താൻ ഒരുപാട് തിരയാതെ അതിൻ്റെ പരിധി കുറയ്ക്കാനായിട്ട് ഒരുപാട് സാധ്യതകൾ നമുക്ക് തുറന്നു തരും. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു പക്ഷിയുടെ നിറം കറുപ്പാണെന്നും അത് ബലിക്കാക്കയേക്കാൾ ലേശം വലുതാണെന്നും അതിൻ്റെ കൊക്ക് കൂർത്തതാണെന്നും ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ. ഈ പക്ഷികൾ കൂട്ടമായ ഒരു കുളത്തിന് നടുവിലെ പട്ടമരത്തിൽ ചിറകു വിരിച്ചിരുന്ന് വെയിലു കായുകയായിരുന്നു എന്നും അവർ വിവരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു കാക്കയല്ല എന്ന്. ഈ പക്ഷി പറന്ന് ജലാശയത്തിനുമേൽ വന്നിറങ്ങി എന്നും കൂടെ പറഞ്ഞാൽ ഉറപ്പിക്കാം. നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു നീർക്കാക്കയാണെന്ന്. അപ്പം നമ്മൾ കാക്ക എന്ന് പറഞ്ഞാലും ഏതുതരം കാക്കയാണ് അല്ലെങ്കിൽ ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ അത് എവിടെ വന്നിരിക്കുന്നു, എന്തു ചെയ്യുന്നു എന്നും കൂടെ അറിയുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രദേശത്തെ പക്ഷികളെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരാളുടെ കൂടെ, അയാൾ വിദഗ്ധനാവണമെന്നൊന്നുമില്ല, അതിൽ വലിയ പക്ഷിശാസ്ത്രജ്ഞനൊന്നും ആവണ്ട, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളുടെ കൂടെ പക്ഷികളെ അന്വേഷിച്ചിറങ്ങുക എന്നതാണ് പക്ഷികളെ തിരിച്ചറിയാൻ പഠിക്കാനുള്ള ഏറ്റവും മികച്ച വഴി. വളരെ സൂക്ഷ്മവും ആത്മാർത്ഥവുമായ ശ്രദ്ധ വേണം. വളരെ അടുത്ത കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായി ഒരു ചെറിയ കാര്യം പോലും വിട്ടുപോകാതെ നിരീക്ഷിക്കാനുള്ള കഴിവാണ്. അതിനാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. ആ സൂക്ഷ്മതയോടെ വേണം സൂക്ഷ്മതയും ആത്മാർത്ഥവുമായ ശ്രദ്ധയോടെ വേണം
ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്നും വിട്ടുപോകരുത്. വേണം കൃത്യമായി പേരറിഞ്ഞ് തിരിച്ചറിയാനും വർഗീകരിക്കാനും. അവരെ പല വിഭാഗങ്ങളായിട്ട്, ഏത് തരത്തിൽപ്പെട്ട പക്ഷിയാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ട പക്ഷിയാണ്, അല്ലെങ്കിൽ ഏത് പക്ഷി വിഭാഗത്തിൽപ്പെട്ടതാണെന്നൊക്കെ അറിയാനായിട്ട് ഇത് ഈ പറഞ്ഞ ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മാർത്ഥതയും ഒക്കെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന വിവരത്തിന് ശാസ്ത്രീയമായ മൂല്യം ഉണ്ടാവുകയുള്ളൂ. ശാസ്ത്രീയമായ ഒരു വില നമ്മളുടെ ഈ കണ്ടെത്തലിന് ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതൊരു വലിയ വലിയൊരു ശാസ്ത്രജ്ഞൻ നമുക്ക് തരുന്ന ഒരു അറിവാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായും ഇത് പ്രയോജനപ്പെടും. നിരീക്ഷണക്കുറിപ്പ്. പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഡോക്ടർ സാലിം അലിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഒരു പക്ഷിയെ കാണുകയാണെങ്കിൽ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ നേരത്തെ സൂചിപ്പിച്ച ടിപ്പുകളൊക്കെ വെച്ചുകൊണ്ട് അതിനെ കൃത്യമായും ശ്രദ്ധയോടെയും ആത്മാർത്ഥതയും നിരീക്ഷിച്ചാൽ ഏതാണ് പക്ഷി എന്നൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞതിൻ്റെ വിവരങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിനുള്ള പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒക്കെ ഓർത്ത് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠവുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.